നമസ്കാരം. പുതിയ വീഡിയോ സ്വാഗതം. ഞാൻ സുരേഷ് മുൾക്കോട്. ഞാനിപ്പോൾ നിൽക്കുന്നത് മുൾക്കോട് ഗവൺമെൻറ് എൽ.പി. മുമ്പിലാണ്. ഞാൻ പഠിച്ചൊരു സ്കൂളാണ്. ഇന്ന് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയ ദിവസമാണ്. നമുക്കറിയാം, നൂറ്റാണ്ടുകൾ മുമ്പ് ബ്രിട്ടീഷുകാർ ഇന്ത്യ അടക്കി ഭരിച്ചത്. നീണ്ട പോരാട്ടത്തിനൊടുവിലാണ് ഇന്ത്യ സ്വാതന്ത്ര്യമായത്. ഇന്ന് ഇന്ത്യക്ക് 78ാമത്തെ സ്വാതന്ത്ര്യ ദിനമാണ്. അപ്പോൾ ഇന്ന് സ്കൂളിൽ ആദ്യം തന്നെ പതാക ഉയർത്തലാണ്. അത് കഴിഞ്ഞ് കുട്ടികൾ ചെറിയൊരു പരിപാടിയുണ്ട്. നമുക്കതെല്ലാം കണ്ടുനോക്കാം. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ആദിമധ്യാന്തമാം ചൈതന്യമേ ജ്ഞാനവിജ്ഞാനങ്ങളാകും ഫലങ്ങൾ വിജയീ വിശ്വതിരംഗാഭ്യാര ജന്താവൂതാരേ ഹമാര വിജയീ വിശ്വതിരംഗാഭ്യാര സദാ ശക്തി സർസാനേ വാല प्रेम सुधा सरसाने वाला वीरों को हर्षाने वाला मातृभूमि का तन मन सारा झंडा उतारे है എല്ലാ ഇന്ത്യക്കാരും എന്റെ സഹോദരി സഹോദരന്മാരാണ് ഞാൻ എന്റെ രാജ്യത്തെ സ്നേഹിക്കുന്നു സമ്പൂർണവും വൈവിധ്യപൂർണവുമായ അതിന്റെ പാരമ്പര്യത്തിൽ ഞാൻ അഭിമാനം കൊള്ളുന്നു. ഞാൻ എന്റെ മാതാപിതാക്കളെയും ഗുരുക്കന്മാരെയും മുതിർന്നവരെയും ബഹുമാനിക്കും. ഞാൻ എന്റെ രാജ്യത്തിന്റെയും എന്റെ നാട്ടുകാരുടെയും ക്ഷേമത്തിനും ഐശ്വര്യത്തിനും വേണ്ടി പ്രയത്നിക്കും. നമ്മുടെ രാജ്യം ഇന്ന് 78ാമത് സ്വാതന്ത്ര്യ ദിനം ആചരിക്കുകയാണ്. 78ാമത് സ്വാതന്ത്ര്യ ദിന സന്ദേശം എന്ന് പറയുന്നത് വികസിത ഭാരതം 2047 എന്നുള്ളതാണ്. നമുക്കറിയാം, 1947 ആഗസ്റ്റ് 15 നമ്മുടെ നാട് ബ്രിട്ടീഷുകാരിൽ നിന്നും സ്വാതന്ത്ര്യം നേടുമ്പോൾ എന്തായിരുന്നുവോ അതിനേക്കാൾ എത്രയോ മടങ്ങ്, എത്രയോ കാതം നാം മുന്നേറിയിരിക്കുന്നു. ഇനി ഇതിനെതിരെ നമ്മുടെ ഇന്ത്യക്കാരായ ബ്രിട്ടീഷ് പട്ടാളക്കാരിൽ നിന്നും നാടുവാഴികളിൽ നിന്നും ശക്തമായ എതിർപ്പുണ്ടായപ്പോൾ 1857 മീററ്റിൽ ഒന്നാം സ്വാതന്ത്ര്യ സമരം പൊട്ടി. മഹാത്മാഗാന്ധി ദക്ഷിണാഫ്രിക്കയിലെ ജോലി ഉപേക്ഷിച്ച് ഇന്ത്യയിലെത്തുന്നു. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന് ദിശാബോധം നൽകിയത് ഗാന്ധിജിയുടെ നേതൃത്വത്തിലുള്ള പ്രവർത്തനങ്ങളാണ്. ഗാന്ധിജി പ്രിയപ്പെട്ടവരെ, വയനാട് ദുരന്തത്തിൽ അന്തരിച്ചവർക്ക് പ്രണാമമർപ്പിച്ചുകൊണ്ട് നമുക്ക് 1 മിനിറ്റ് മൗന പ്രാർത്ഥന നടത്താം. നാം ഇന്ന് 78ാമത് സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുകയാണ്. ധീരദേശാഭിമാനികളുടെ ത്യാഗോജ്വലമായ സമരങ്ങളിലൂടെ നേടിയെടുത്തതാണ് നമ്മുടെ സ്വാതന്ത്ര്യം. ഗാന്ധിജിയുടെ നേതൃത്വമാണ് നമ്മുടെ സ്വാതന്ത്ര്യ സമരത്തിന് ദിശാബോധം നൽകിയത്. വികസിത ഭാരതം 2047 എന്നുള്ളതാണ് ഈ ദിനത്തിൽ നമ്മുടെ മുദ്രാവാക്യം. നമ്മുടെ ഭരണഘടന വിഭാവനം ചെയ്യുന്ന സമത്വവും മതേതരത്വവും
കാത്തു സൂക്ഷിക്കാൻ നിങ്ങൾക്ക് കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. ജയ് ഹിന്ദ്. നാം ഇന്ന് സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുകയാണ്. ഈ സമയത്ത് നാം എല്ലാവരും ഒരു കാര്യം മനസ്സിലാക്കണം. നമ്മളെല്ലാവരും ഒറ്റക്കെട്ടായിക്കൊണ്ട് നേരിട്ടത് കൊണ്ടാണ് നമുക്ക് ഈ സ്വാതന്ത്ര്യം നേടിയെടുക്കാൻ സാധിച്ചത്. ഇന്ത്യയുടെ 76 സ്വാതന്ത്ര്യമാണ് ആഘോഷിക്കുന്നത്. ഒരുപാട് കാലത്ത് പോരാട്ടത്തിന് ശേഷം നേടിയെടുത്ത സ്വാതന്ത്ര്യം. 10,000-കണക്കിനാണ് 26 ഇന്ത്യ ബ്രിട്ടീഷുകാരുടെ മുന്നിലായിരുന്നത്. നിരന്തരമായ പോരാട്ടത്തിലൂടെ നേടിയ സ്വാതന്ത്ര്യം അതേപോലെ സൂക്ഷിക്കേണ്ട ഭാഗം നമുക്കറിയാം. ഒരുപാട് ത്യാഗങ്ങൾ, ആയിരക്കണക്കിന് മനുഷ്യജീവൻ വെടിമുടക്കി നേടിയെടുത്ത നാം ഈ സ്വാതന്ത്ര്യം 78 വർഷമായിട്ടും ഇതിൻ്റെ ഒരു പക്വത കൈവരിക്കാൻ നമുക്ക് ആയിട്ടുണ്ടോ എന്ന് നമുക്ക് ചിന്തിക്കണം. ആഘോഷിക്കുന്ന ഈ വേളയിൽ നമുക്ക് ഈ പിള്ളേരെ കാണുമ്പോൾ നല്ല രസമാണ്. ഈ വെള്ള ഉടുപ്പും ഇതെല്ലാം ഇട്ടിട്ട് നമ്മളെ ഈ പ്രസംഗകാരൻ വായിക്കാൻ വേണ്ടി കാത്തിരിക്കുന്നത്. ഇവർക്ക് ഒരുപാട് പരിപാടികൾ അവതരിപ്പിക്കാറുണ്ടാവും. ഓഗസ്റ്റ് 15-നാണ് ബ്രിട്ടീഷുകാരുടെ അടിമത്തത്തിൽ നിന്നും മോചിതരായത്. മോചിപ്പിക്കുവാൻ മുന്നിട്ടിറങ്ങിയ സ്വാതന്ത്ര്യ സമര നായകനായിരുന്നു ഗാന്ധിജി. കുട്ടികളുടെ സ്വാതന്ത്ര്യദിന പരിപാടി അവസാനിച്ചിരിക്കുകയാണ്. ഇനി കുട്ടികൾക്കുള്ള പായസ വിതരണമാണ്. അതിനായി കുട്ടികൾ പാത്രവുമായി സ്റ്റേജിൻ്റെ അടുത്ത് പോയി വരിവരിയായി നിൽക്കുക. നമ്മുടെ സ്വാതന്ത്ര്യ ദിനാഘോഷ പരിപാടി